Dear students, in this video we are going to describe briefly the PS spectrometer. So, photoelectron spectrometer എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, കൈനറ്റിക് എനർജി എങ്ങനെയാണ് സെലക്റ്റീവ് ആയിട്ട് മെഷർ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ബ്രീഫ് ആയിട്ട് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. ഇൻസ്ട്രുമെന്റേഷനിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ബട്ട് വി ആർ ഗോയിങ് ടു ഡിസ്ക്രൈബ് ഹൗ particular spectrometer PS can be used for selectively determining the kinetic energy. Kinetic energy determine ചെയ്താൽ നമുക്ക് binding energy determine ചെയ്യാൻ പറ്റും. So basic ആയിട്ട് important ആയിട്ട് ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യം, ഒന്ന് നമ്മൾ monochromatic X-rays will be used. You will be using monochromatic X-rays or UV rays to fall on the sample. Monochromatic ആയിരിക്കും. Second thing, നമ്മളൊരു ഹൈ വാക്യൂം കണ്ടീഷനിലാണ് ഈ സ്റ്റഡീസ് ഒക്കെ ചെയ്യുന്നത് ടു പ്രിവെന്റ് ദി annihilation of electrons or removal of electrons. So you require high vacuum condition. So here just ഒരു സ്കീമാണ് കാണിച്ചിരിക്കുന്നത്. ഹൈ വാക്യൂം കണ്ടീഷനിലാണ് നമ്മൾ സാമ്പിൾ കീപ്പ് ചെയ്യുന്നത്, ഇറേഡിയേഷൻ ചെയ്യുന്നത്, എല്ലാം ചെയ്യുന്നത് ഹൈ വാക്യൂം കണ്ടീഷനിലാണ്. ആൻഡ് യു വിൽ ബി യൂസിങ് മോണോക്രോമാറ്റിക് എക്സ്റേസ്. മോണോക്രോമാറ്റിക് എക്സ്റേസ് യൂസ് ചെയ്ത് നിങ്ങൾ സാമ്പിളിലേക്ക് ഇറേഡിയേറ്റ് ചെയ്യുന്നു. സാമ്പിൾ ഇറേഡിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒബ്വിയസ്ലി ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് ആവും. X-rays ആണ്, if you are using X-rays, the emission will be from the core level. UV rays ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ corresponding ആയിട്ട് valence level ന് emission വരും. So electrons will be emitted. ഇനി ഈ വരുന്ന electronsന് will be having kinetic energy, different kinetic energy. പല atoms ഉണ്ടെങ്കിൽ different kinetic energies ആയിരിക്കും, depending on from which level the electrons are emitted out. So ആ വരുന്ന ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി മെഷർ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. സോ വി വാണ്ട് ടു മെഷർ ദി കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ ദാറ്റ് ഈസ് ഇജക്റ്റഡ് ഔട്ട്. ആൻഡ് ഹൗ ക്യാൻ ദാറ്റ് ബി ഡൺ? നമ്മൾ മാസ് സ്പെക്ട്രയുടെ ഒക്കെ ഇൻസ്ട്രുമെന്റേഷൻ പഠിക്കുമ്പോൾ പറയുന്നതാണ് എങ്ങനെയാണ് നമ്മൾ ഓരോ അയോൺസിനെ സ്പെസിഫിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതൊക്കെ. സിമിലർ ആയിട്ടുള്ള മെത്തേഡാണ്. യു വിൽ ബി യൂസിങ് എ ഹെമിസ്ഫെറിക്കൽ അനലൈസർ. കൈനറ്റിക് എനർജി ഈസ് മെഷർഡ് ബൈ എ ഹെമിസ്ഫെറിക്കൽ അനലൈസർ. സോ ഈ ഹെമിസ്ഫെറിക്കൽ അനലൈസറിന്റെ പ്രത്യേകത, രണ്ട് പ്ലേറ്റ്സ് ആണുള്ളത്, ഹെമിസ്ഫെറിക്കൽ പ്ലേറ്റ്സ്. ഒരെണ്ണം നെഗറ്റീവ് ചാർജും ഒരെണ്ണം പോസിറ്റീവ് ചാർജും ആയിരിക്കും. സോ അങ്ങനെ ചാർജ്ഡ് ആയിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിൽ ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റഡ് ആയിരിക്കും. അപ്പോൾ സ്പെസിഫിക് ആയിട്ടൊരു പെർട്ടിക്കുലർ കൈനറ്റിക് എനർജി ഉള്ള ഇലക്ട്രോൺസിന് മാത്രമേ ഇതിൽ കൂടെ പാസ് ചെയ്ത് സർവൈവ് ചെയ്ത് ഇവിടെ ഇലക്ട്രോൺ മൾട്ടിപ്ലയറിന്റെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ. ഇവിടെ ഒരു ചെറിയൊരു ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇലക്ട്രോൺ വരുന്നു, നെഗറ്റീവ് ടെർമിനൽ, പോസിറ്റീവ് ടെർമിനൽ, ആ രണ്ട് പ്ലേറ്റ്സിനും രണ്ട് പൊട്ടൻഷ്യൽ, രണ്ട് ചാർജ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ വളരെ സ്ലോ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണെങ്കിൽ ദേ വിൽ ബി കമ്മിങ് ആൻഡ് ഹിറ്റിംഗ് ദി പെർട്ടിക്കുലർ പ്ലേറ്റ്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺ ആണെങ്കിലും അതും ആ ഒരു പ്ലേറ്റിൽ ഹിറ്റ് ചെയ്തിട്ട് അവിടെ അനിഹിലേറ്റഡ് ആയി പോകും. ഓൺലി സം ഇലക്ട്രോൺസ് വിച്ച് ഇസ് ഹാവിംഗ് എ സ്പെസിഫിക് കൈനറ്റിക് എനർജി വിൽ ബി ഏബിൾ ടു ഗോ ഓൾ ദ വേ ടു ദ ഡിറ്റക്ടർ. ഡിറ്റക്ടർ വരെ എത്താൻ പറ്റുള്ളൂ. സോ ഇവിടെ ഇലക്ട്രോൺസ് എമിറ്റഡ് ആയി കഴിയുമ്പോൾ വി വിൽ ബി ഹാവിംഗ് ദിസ് പ്ലേറ്റ്സ് അറ്റ് എ പെർട്ടിക്കുലർ പൊട്ടൻഷ്യൽ. ഒരു പെർട്ടിക്കുലർ പൊട്ടൻഷ്യൽ നമ്മൾ കീപ്പ് ചെയ്യും. ഒരു പെർട്ടിക്കുലർ കൈനറ്റിക് എനർജിനെ മാത്രം പാസേജിനെ അലൗ ചെയ്യുന്ന ഒരു പൊട്ടൻഷ്യൽ ആയിരിക്കും അത്. സോ ഇ പാസ് ഇസ് ദ വോൾട്ടേജ് ഓഫ് പ്ലേറ്റ്സ് ദാറ്റ് അലൗ ദ പാസേജ് ഓഫ് ഇലക്ട്രോൺസ് ഓഫ് എ പെർട്ടിക്കുലർ കൈനറ്റിക് എനർജി. സോ വെൻ യു സപ്ലൈ എ പെർട്ടിക്കുലർ വോൾട്ടേജ്, only some electrons which is having kinetic energy, a specific kinetic energy will be passing through this particular hemispherical region and reaching the electron multiplier. All others will be hitting the plate somewhere here or here and get annihilated. So ഇങ്ങനെ നമ്മൾ ഈ രണ്ട് ഹെമിസ്ഫിയേഴ്സിന്റെയും അല്ലെങ്കിൽ രണ്ട് പ്ലേറ്റ്സിന്റെയും വോൾട്ടേജ് മാറ്റുന്നതനുസരിച്ച് you can have the electrons of different kinetic energies reaching the electron multiplier. അങ്ങനെ different energies ഉള്ള ഇലക്ട്രോൺസിനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇലക്ട്രോൺ മൾട്ടിപ്ലയേഴ്സിൽ എത്തിക്കാൻ പറ്റും, ഡിപ്പെൻഡിങ് ഓൺ ദി വോൾട്ടേജ് ഓഫ് ദീസ് ടു പ്ലേറ്റ്സ്. ആൻഡ് ബൈ ദാറ്റ് വേ യു വിൽ ബി ഏബിൾ ടു അനലൈസ് ദി കൈനറ്റിക് എനർജി ഡിസ്ട്രിബ്യൂഷൻ. സോ അങ്ങനെ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെയാണ് മാക്സിമം കൈനറ്റിക് എനർജി ഉള്ള ഇലക്ട്രോൺസ്, ഏതൊക്കെ റേഞ്ചിലാണ് ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി വരുന്നത്.
ഏതൊക്കെ റേഞ്ചിലുള്ള കൈനറ്റിക് എനർജിയുള്ള ഇലക്ട്രോൺസ് ആണ് അവിടെ എമിറ്റഡ് ആയിട്ട് വരുന്നത് എന്നുള്ളത്. And depending on that, you can actually get an idea regarding the binding energy and the various elements that are present on the surface. So kinetic energy നമ്മൾ hemispherical analyzer യൂസ് ചെയ്ത് മെഷർ ചെയ്യുന്നു. മോണോക്രോമാറ്റിക് എക്സ് റേസ് അല്ലെങ്കിൽ UV റേസ് നമ്മൾ സാമ്പിളിലേക്ക് ഇറേഡിയേറ്റ് ചെയ്യുന്നു. Electrons emitted out ആകുന്നു. Electrons pass through the hemisphere based on the kinetic energy and voltage of the plates. The specific kinetic energy ഉള്ള electrons മാത്രം നമ്മുടെ multiplier എത്തുന്നു, and you will be able to analyze the binding energy of the corresponding kinetic energy distribution. From that, you will be able to identify the corresponding element and all. So, E pass എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the voltage of plates that allow the passage of electrons of a particular kinetic energy. So, after that, you will be getting a EIS spectra or the corresponding PS spectra കിട്ടും. PS spectra y-axis നമ്മൾ counts, electron count ഇടും, അല്ലെങ്കിൽ number of electrons emitted ഇടും, and in the x-axis you will be having kinetic energy or binding energy. ഇങ്ങനെയായിരിക്കും നമുക്ക് മിക്കപ്പോഴും ഒരു PS spectra obtain ചെയ്യാൻ പറ്റുന്ന. ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ഹൈ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എനിവേ ഇങ്ങനെ നമുക്ക് ഒരു PS spectra obtain ചെയ്യും. And if you are analyzing the area under the peak, ഓരോ പീക്കിന്റെയും ഏരിയ നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ you can have an idea regarding the probability of ejection from a particular level. ഓരോ ലെവലിൽ നിന്നും ഇജക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റിയെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ കിട്ടും. Or this is actually giving you an idea about the degeneracy of that particular level. ആ ഒരു particular ലെവലിന്റെ degeneracy നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. Or the concentration of that particular element. അങ്ങനെ കുറെ ഐഡിയാസ് നമുക്ക് ഈ ഒരു പീക്കിൽ നിന്ന് കിട്ടും. So degeneracy or probability of ejection from a particular level can be obtained from the area under the peak. So this is the basic thing or basic idea regarding PS spectrometer. And എങ്ങനെ നമ്മൾ സെലക്റ്റീവ് ആയിട്ട് kinetic energy analyze ചെയ്യുന്നു. That is by using this kind of hemispherical analyzer. You will be supplying or applying two different you will be applying a specific voltage across the plates. ഈ പ്ലേറ്റ്സിൽ ഒരു സ്പെസിഫിക് ഒരു വോൾട്ടേജ് ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ആ വോൾട്ടേജിന്റെ ബേസിലായിരിക്കും കൈനറ്റിക് എനർജി ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി മാറുന്നത്. ചാർജ് ആയിട്ടുള്ള സ്പീഷീസ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അത് മൂവ് ചെയ്യുള്ളൂ. സോ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോയിട്ടില്ല. ബട്ട് യു മേ ബി ഫെമിലിയർ വിത്ത് ദിസ് കൈൻഡ് ഓഫ് മോഷൻ ഇൻ എ പെർട്ടിക്കുലർ ഹെമിസ്ഫെറിക്കൽ കൈൻഡ് ഓഫ് അറേഞ്ച്മെന്റ്. ഇലക്ട്രോൺസ് എങ്ങനെ മൂവ് ചെയ്യുന്നു, അയോൺസ് എങ്ങനെ മൂവ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. സോ ഹൈ വാക്യൂം വേണം, മോണോക്രോമാറ്റിക് എക്സ്റേസ് ആയിരിക്കണം. ഈ പാസ് എന്ന് പറഞ്ഞ പെർട്ടിക്കുലർ ഒരു വോൾട്ടേജ് ഉണ്ടാകും which allows the electrons of a particular kinetic energy to pass through the hemispherical plate and reach the electron multiplier. So this is the basic thing regarding the photoelectron spectrometer. And in the next video we will be discussing about the applications, various applications of photoelectron spectroscopy. That's all. Thank you.